എല്ലാവർക്കും ഈസി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവാണ്. അതിന് വേണ്ടിയിട്ട് 400 ഗ്രാം സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ സേമിയ അതിലിട്ട് ഒന്ന് വറുത്തെടുക്കണേ. നമ്മൾ ഓൾറെഡി വറുത്ത സേമിയാണ് കയ്യിലുള്ളെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് നേരമൊക്കെ ഇതൊന്ന് ചൂടാക്കിയാൽ മതി. കാരണം വെച്ചാൽ കളറങ്ങ് മാറണമെന്നൊന്നുമില്ല. സേമിയ ഒന്ന് ചൂടായി വരണമെന്നേ ഉള്ളൂ. കുറച്ച് നേരം ഒന്നിട്ട് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ഇത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാവുന്നതാണ് തണുക്കാനായിട്ട്. അതിനുശേഷം ഞാനൊരു പാൻ എടുത്ത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നെയ്യിലാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നെയ്യിലുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അതാണ് ഒന്നുകൂടെ നല്ലത്. കടുക് വറക്കാനുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ അതൊന്ന് മൂപ്പിക്കണം. ഒത്തിരി നേരം ഒന്നും വേണ്ട, കുറച്ച് നേരം. ഞാൻ ഇതിലേക്ക് കൊച്ചുള്ളി കടുക് വറക്കാൻ നേരത്ത് വിട്ടുപോയതാട്ടോ. ഇട്ട് കൊടുക്കാം. പിന്നെ പറങ്ങാണ്ടിയും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഇത്ര ഓപ്ഷനിലാണ്. കപ്പലണ്ടിയും പറങ്ങാണ്ടിയും മുന്തിരിങ്ങയൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നുകൂടി ഇഷ്ടമാകും കേട്ടോ. ഈ സേമിയ ഉപ്പുമാവിൽ ഇതൊക്കെ കിടക്കുമ്പോൾ അവർക്ക് കഴിക്കാനേ. പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് 1 ടീസ്പൂൺ ഇഞ്ചി കുത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ജസ്റ്റ് ഇളക്കി ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് വേണമെന്നില്ല, ഒന്നിൻ്റെ പാതി ഇട്ട് കൊടുത്താലും മതി. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കിന് 1 ക്യാരറ്റിൻ്റെ പാതിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒത്തിരി നേരം ഒന്നും ഇട്ട് വഴറ്റണ്ട. ഇനി ഇതിലേക്ക് 1.25 ഗ്ലാസ്സോളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന സേമിയയുടെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എത്ര വെള്ളം ഒഴിക്കണമെന്ന് ഒരു കപ്പിനൊക്കെ. എനിക്കിത് 1.25 ഗ്ലാസ്സോളം വേണമായിരുന്നു. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്ന് നോക്കണേ. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് സേമിയ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. അതിനുശേഷം ഇതൊന്ന് തിളച്ചൊന്ന് വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കിന് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട്. അന്നേരം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതിയേ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അടച്ചു വെക്കുന്ന സമയത്ത്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. കട്ടിയൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം നോക്കാം. ഒരു തണുത്തതിന് ശേഷം ഈ ഒരു ഇതിൽ കിട്ടും. കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ നമുക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.